നമസ്തേ. ശബരിമല ക്ഷേത്രം ലോകപ്രസിദ്ധമാകുവാനുള്ള പ്രധാന കാരണമെന്ത് എന്നാണ് ഒരു സംശയം. അത് നമ്മൾ രാമായണത്തിലൂടെ തന്നെ അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ നിന്ന് തൻ്റെ സഹോദരനോടൊപ്പം പത്നിയോടൊപ്പം കാൽനടയായിട്ടാണ് ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ആ റൂട്ടൊക്കെ ഇപ്പോഴും അതേപോലെ വ്യത്യാസമില്ല, സ്ഥലത്തിൻ്റെ പേരുമൊക്കെ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ അദ്ദേഹം ആ മധ്യഭാരതത്തിലൂടെ കടന്നുപോയി അവിടെ നിന്ന് കിഷ്കിന്ധ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ആ കിഷ്കിന്ധ എന്ന സ്ഥലത്തെത്തുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലൂടെയാണ് സഞ്ചരിച്ചത്. അങ്ങനെ സഞ്ചരിച്ച് ഭഗവാൻ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ടായിരുന്നു, ശബരിയെ അനുഗ്രഹിക്കുക എന്നുള്ളത്. അപ്പോൾ ശബരി തപസ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ച് അങ്ങനെ ആ പശ്ചിമഘട്ട നിരകളിലൂടെ ശബരിമലയിലെത്തുകയാണ്. ശബരിമല എന്നുള്ള പിന്നീട് പ്രസിദ്ധമാണ്, അന്ന് പശ്ചിമഘട്ടമാണ്. അവിടെ ശബരിയുടെ ആശ്രമത്തിൽ ചെന്നു. ആശ്രമത്തിൽ ചെന്ന് ഭഗവാൻ അവരുടെ കുടിലിൽ ഇരുന്നു. ഈ സമയത്ത് ശബരി ഭഗവാൻ എന്തെങ്കിലും കഴിക്കാൻ നൽകണമല്ലോ എന്ന് വിചാരിച്ച് അവിടെയുള്ള ഞാവൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി നോക്കുമ്പോൾ കുറച്ച് ഞാവൽപ്പഴം പറിച്ചെടുക്കാൻ സാധിച്ചു. പക്ഷെ അതിൽ മധുരമുള്ളതും പുളിക്കുന്നതും ഉണ്ടാകും. അത് എങ്ങനെ മധുരമുള്ളത് തിരഞ്ഞെടുത്തത് ശബരി കടിച്ചു നോക്കിയിട്ടാണ്. പുളിയുള്ളത് മാറ്റിവെച്ച് മധുരമുള്ളതുമായി ഒരു ഏരിയയിൽ വെച്ച് ശ്രീരാമചന്ദ്രൻ കൊടുത്തു. ശ്രീരാമചന്ദ്രൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചത് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ശബരി പറയുന്നുണ്ട്, എങ്ങനെ അങ്ങയെപ്പോലുള്ള മഹാത്മാക്കൾ എൻ്റെ ഈ കുടിലേക്ക് വരാൻ തോന്നി? ഞാനൊരു അധകൃതയാണ്, താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ്. എനിക്കെന്താണ് ആത്മീയത എന്നോ അല്ലെ നാമം ജപിക്കാൻ പോലും എനിക്കറിയില്ല. വനത്തിൽ കഴിഞ്ഞവളാണ് ഞാൻ. പക്ഷെ എൻ്റെ അടുത്തേക്ക് അങ്ങ് എങ്ങനെ വന്നു എന്ന് അത്ഭുതത്തോടു കൂടി ശബരി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കേവലം മമ ഭജനത്തിനു ജഗത്രയെ, ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നില്ല താനും എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു. അതായത് പുരുഷനോ സ്ത്രീയോ ഏത് ആശ്രമ ജീവിതമാണ് നയിക്കുന്നതെന്നോ ഏത് പദവിയിലാണോ ഇരിക്കുന്നത്, എന്ത് പേരാണോ, അതൊന്നും ഞാൻ നോക്കാറില്ല. ഭക്തിയുണ്ടോ, അതാരായാലും ശരി, ഉയർന്ന ജാതിയായാലും ശരി താഴ്ന്ന ജാതിയായാലും ശരി, അവരെയാണ് ഞാൻ അനുഗ്രഹിക്കുക എന്ന് ശ്രീരാമചന്ദ്രൻ തൻ്റെ നയം വ്യക്തമാക്കുന്നത്. അപ്പോൾ ജാതീയമായ ചിന്തയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. എങ്ങനെ നമ്മുടെ ഈ ഹൈന്ദവ സമൂഹത്തിൽ ജാതിയുടെ ഇത് ഇത്ര സ്വാധീനമുണ്ടാക്കാൻ കാരണം അത് പിന്നീട് വന്ന വിദേശികളായ രാജാക്കന്മാരാണ് ആ ജാതി നിലനിർത്തിക്കൊണ്ടുവന്നത്. കാരണം എങ്കിലേ ഇവിടെയുള്ള ജീവിക്കുന്നവരെ തമ്മിൽ തെറ്റിക്കാനും അവർക്ക് സുഖമായിട്ട് രാജ്യം പരിപാലിക്കാനും പറ്റുള്ളൂ. അതാണ് ഉണ്ടായത്. അന്ന് അങ്ങനെയുള്ളൊരു ഉച്ചനീചത്വങ്ങളോ അല്ലെങ്കിൽ ഒരു ഇന്ന ജാതി ഇത്ര അടി അകലെ നിൽക്കണം അങ്ങനെ ഒരു നിയമങ്ങളും ഇല്ല. അങ്ങനെയൊക്കെയുള്ള ശ്രീരാമചന്ദ്രൻ ക്ഷത്രിയനാണ്, അധകൃതയാണെന്ന് ശബരി പറയുന്നു. ഏറ്റവും താഴ്ന്ന ജാതിയിലാണ് എങ്കിൽ എങ്ങനെ അവരുടെ കുടീരത്തിൽ കയറി അവർ കടിച്ചു നോക്കിയ ഭക്ഷണം കഴിച്ചു? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഹൈന്ദവധർമ്മത്തെ വിമർശിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും ബോധപൂർവം അത് ഓർക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ ശ്രീരാമൻ്റെ നയം വ്യക്തമാക്കുന്നുണ്ട്. ആ ശബരിക്ക് മോക്ഷം നൽകി ഭഗവാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവിടെ ആ ശബരി തപസ് ചെയ്ത മലയാണ് ശബരിമലയായതും. അവിടെയാണ് ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശം, കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ആദ്യം അവിടെയാണ് ആ പാദസ്പർശം വരുന്നത്. കാലടി അവിടെയാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് മെല്ലെ ഇറങ്ങി പമ്പാനദീ തീരത്തെത്തി. ആ പമ്പാനദി തീരത്തെടുത്തപ്പോൾ അതിമനോഹരമായ ദൃശ്യങ്ങൾ കാണുകയാണ് ഭഗവാൻ. പ്രകൃതി മനോഹരം ആയ ആ രംഗം ഇങ്ങനെ കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. കേരളത്തിലാണ് ഭഗവാൻ അപ്പോൾ ഉള്ളത്. അപ്പം അനുജനോട് പറയുന്നുണ്ട്, പമ്പാ ശരസ്ഥടം ലോകമനോഹരം. ലക്ഷ്മണ നോക്കൂ, ലോകത്തിൽ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം നീ കണ്ടിട്ടുണ്ടോ? ഇത് പമ്പാനദിയാണ്.
ഗംഗാനദിക്ക് സമാനമാണ് എന്നൊരു പ്രഖ്യാപനവും ഭഗവാൻ നടത്തിയിട്ടുണ്ട്. ഈ രണ്ട് കാരണങ്ങളാലാണ് ശബരിമല പ്രശസ്തമാവാൻ കാരണം. അതാണ്. അപ്പോൾ അവിടെ മണികണ്ഠസ്വാമി എനിക്കൊരു ക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകമായ സ്ഥലവും ചൂണ്ടിക്കാണിച്ചു. ശബരിമലയിൽ തന്നെ വേണം എൻ്റെ ക്ഷേത്രം. പമ്പാനദിയിൽ ശ്രീരാമചന്ദ്രൻ അത്ഭുതപ്പെട്ട് പമ്പാനദിയിൽ ഭംഗി ആസ്വദിക്കുകയും അതിൽ കുളിക്കുകയും ചെയ്ത് ആ പമ്പയിൽ കുളിച്ചിട്ട് വേണം ഭക്തന്മാരെന്നെ ദർശിക്കാൻ എന്ന് തീരുമാനിച്ചിട്ടാണ് അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് ഇപ്പോഴും ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽപ്പാടുകൾ കൊണ്ടും പവിത്രീകരിക്കപ്പെട്ടു. അവിടെ ജനങ്ങളിങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഇന്നും ലോകത്തിലേറ്റവും ശ്രദ്ധേയമായ ഒരു ക്ഷേത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ശബരിമലയെ ഓർക്കുമ്പോഴൊക്കെ ശബരിയെയും ഓർക്കണം. ശബരിമലയ്ക്ക് പോകുന്നവർ ശബരിയെ ഓർക്കുകയും അതുപോലെ ശ്രീരാമചന്ദ്രനെയും ഓർക്കണം. അതാണ്. അയ്യപ്പസ്വാമിയേ ശരണം എന്ന് പറയുമ്പോൾ ശ്രീരാമസ്വാമിയേ ശരണം എന്നുകൂടി പറയണം. ശബരി മാതാവേ ശരണം എന്ന് പറയണം. അതും കൂടി വേണം. കാരണം അതിൻ്റെ ചരിത്രം എവിടുന്നാണ് തുടങ്ങുന്നത് എന്നർത്ഥം. ആ ഒരു രീതിയിൽ നമ്മൾ ആ ക്ഷേത്രത്തെ കാണുകയും ആ ശ്രീരാമചന്ദ്രൻ്റെ സാന്നിധ്യം അവിടെ എപ്പോഴുമുണ്ട് എന്ന് മനസ്സിൽ സങ്കല്പിച്ച് അവിടെ ശ്രീരാമനെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ തൊഴാനായിട്ട് എന്ന കാര്യം കൂടി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമസ്തേ.